കേരള നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അവസാനിച്ച് കഴിഞ്ഞ് ഓരോ പാർട്ടികളുടെയും കണക്ക് കൂട്ടലുകൾ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, മാറ്റങ്ങൾ എന്നൊക്കെ തന്നെയാണ്. അതിൽ UDFന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള മലപ്പുറത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് ആ സീറ്റുകൾ നേടുക എന്നുള്ളത് UDF മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും മലപ്പുറത്ത് എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള സർവേ റിസൾട്ടുകൾ, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, വോട്ടർ സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെ മലപ്പുറത്ത് എന്താണ് സംഭവിക്കുന്ന മാറ്റം, മലപ്പുറത്ത് എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും UDFന് 13, LDFന് 3 എന്നുള്ള കണക്കായിരുന്നു. അത് 2026 മാറി മറിയുമോ, LDF നേട്ടമുണ്ടാകുമോ, UDF നേട്ടമുണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി ഇവിടങ്ങളിലൊക്കെ തന്നെ എന്താണ് സംഭവിക്കുന്ന മാറ്റം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും നമുക്ക് ഓരോ സ്ഥലങ്ങളായി നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ട് പറയുന്നത് പ്രകാരം വലിയ തോതിലുള്ള മാറ്റം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതായത് ആ മാറ്റം സംഭവിക്കുന്നത് LDFനാണോ UDFനാണോ എന്നുള്ള ചോദ്യം നമുക്ക് പറയാം. അതിൽ കൊണ്ടോട്ടി നിലവിൽ UDFൻ്റെ കയ്യിലാണ്. ആ സീറ്റ് UDF മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഏറനാട് അത് നിലവിൽ UDFൻ്റെ കൈവശം തന്നെയാണ്, അതും കോൺഗ്രസ് നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. നിലമ്പൂർ UDFൻ്റെ കൈവശമാണ്, അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. വണ്ടൂർ നിലവിൽ UDFൻ്റെ കൈവശമാണ്, അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. മഞ്ചേരി UDFൻ്റെ കൈവശമാണ്, അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണ UDFൻ്റെ കൈവശമാണ്, അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. അതായത് അവിടെ UDF LDF പോരാട്ടമായി കാര്യങ്ങൾ മാറുകയും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും UDFന് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത്. മങ്കടയിലേക്ക് വരുമ്പോഴത്തേക്കും UDF ആണ് നിലവിൽ, അത് UDF നിലനിർത്താനാണ് സാധ്യത കൂടുതലും മങ്കടയിൽ. ഇനി മലപ്പുറത്തിലേക്ക് വരുമ്പോഴത്തേക്കും മലപ്പുറത്ത് നിലവിൽ UDF ആണ്, അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. വേങ്ങര നിലവിൽ UDFൻ്റെ കൈവശമാണ്, അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. വള്ളിക്കുന്ന് നിലവിൽ UDFൻ്റെ കൈവശമാണ്, അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. തിരൂരങ്ങാടി UDFൻ്റെ കൈവശമാണ്, അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇനി താനൂർ നിലവിൽ LDFൻ്റെ കൈവശമാണ്, ആ സീറ്റ് UDFിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു 50-50 ചാൻസ് ആണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. BJP വോട്ടുകൾ നിർണായകമാവും, ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തിരൂർ UDFൻ്റെ കൈവശമാണ്, അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. തവനൂർ നിലവിൽ LDFൻ്റെ കൈവശമാണ്, അവിടെയും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു UDFിലേക്ക്. അതും ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറി അവിടെയും BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കും. ഇതിൽ നിലവിൽ പൊന്നാനി മാത്രമാണ് LDFന് കാര്യമായിട്ടുള്ള ഒരു വിജയ സാധ്യത നൽകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. അവിടെയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് നിലവിൽ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും പൊന്നാനിയിലാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിജയ സാധ്യത ചെറിയ തോതിലെങ്കിലും LDFന് മേൽക്കൈ നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. ബാക്കി സ്ഥലങ്ങളിലെല്ലാം പലയിടങ്ങളിലും ഒരു 50-50 ചാൻസ് LDFൻ്റെ സീറ്റുകൾ അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി സീറ്റുകളിൽ UDF മുസ്ലിം ലീഗ് വിജയിക്കാനായിട്ടുള്ള സാധ്യതയുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ 2021 UDF 13 സീറ്റുകളും LDF 3 സീറ്റുകളുമായിരുന്നെങ്കിൽ 2026 അത് UDF വർദ്ധിപ്പിക്കുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് മാക്സിമം 15 സീറ്റുകളെങ്കിലും നേടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. LDF നിലവിൽ 3 സീറ്റുകളിൽ നിന്നും അത് 1ലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് LDFന് നഷ്ടം സംഭവിക്കും സീറ്റുകളുടെ കാര്യത്തിൽ, UDFന് വീണ്ടും മുന്നേറ്റം ഉണ്ടാകും സീറ്റുകളുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. അതായത് ഒരു തരംഗമായിരിക്കും മലപ്പുറത്ത് UDF മുസ്ലിം ലീഗിൻ്റെ സംഭവിക്കാൻ പോകുന്നതെന്നും LDF അടിപതറുമെന്നും കയ്യിലുണ്ടായിരുന്ന സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുമാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. BJPക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ചില
ചിലയിടങ്ങളിലൊക്കെ തന്നെ വോട്ട് നേരിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിർണായക ഘട്ടമാവും. LDF UDF ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇടങ്ങളിൽ നിർണായക ഘട്ടമാവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. അതുകൊണ്ട് തന്നെയും ഈ 16 സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും UDF തരംഗം, അതായത് 2021 ആ ഒരു തരംഗമായിരുന്നു 13 സീറ്റുകൾ നേടി UDF, LDF 3 സീറ്റുകളായിരുന്നെങ്കിൽ അതും LDF തരംഗമുണ്ടായിരുന്ന 2021 അത് 2026 ആകുമ്പോഴത്തേക്കും വീണ്ടും തരംഗം വർദ്ധിപ്പിക്കുന്നു UDF എന്നുള്ളതാണ്. അതായത് 15 സീറ്റ് മാക്സിമം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. LDFന് ഒറ്റ സീറ്റ് മാത്രമേ നൽകിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. BJPക്ക് സീറ്റുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സോ മലപ്പുറം ഈ സർവേ റിസൾട്ട് പ്രകാരം ഇതാണ് പറയുന്നത്. UDF 15, LDF 1. ഇത് സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളതും ജനങ്ങൾ ഏത് തരത്തിലാണ് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് UDFന് തന്നെ വലിയ നേട്ടമായി മാറുമോ, അതല്ല അവിടെ LDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, അട്ടിമറി കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ 2026 എന്നുള്ളതും BJPക്ക് നേരിയ തോതിലെങ്കിലും ഒരു ചലനമുണ്ടാക്കാനായിട്ട് മലപ്പുറം പോലുള്ളൊരു സ്ഥലത്ത് സാധിക്കുമോ എന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും വമ്പൻ അട്ടിമറികൾ ഈ പറയുന്ന മലപ്പുറത്ത് LDFന് നടത്താൻ സാധിക്കുമെന്നുള്ളത് സർവേ റിസൾട്ടിൽ പറയുന്നില്ല. പക്ഷേ UDF നടത്തും. അതായത് 15 സീറ്റുകളിലേക്ക് അവർ എത്തുന്ന തരത്തിലോട്ട് മലപ്പുറം മാത്രം അവർക്ക് സാധ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും യഥാർത്ഥ ജനവിധി എന്താണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്താണ് മലപ്പുറം, അതോടൊപ്പം തന്നെ കേരളത്തിലൊട്ടാകെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മാറ്റം മലപ്പുറത്ത് UDFന് വീണ്ടും ഒരു തരംഗമായി കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് UDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് വലിയൊരു നേട്ടം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്തെ കണക്ക് കൂട്ടലുകൾ അത് തീർച്ചയായിട്ടും UDFനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും തന്നെയായിരിക്കും അനുകൂല ഘടകമാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ ജനം വിധി എഴുതിയതിന് ശേഷവും കണക്ക് കൂട്ടലുകൾ, സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെ പറയുന്ന കാര്യമെന്ന് പറയുന്നത്.